സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കലാണ് പ്രത്യേക വകുപ്പിന്റെ ധർമ്മം. വകുപ്പിന് കീഴിലുള്ള സ്കീമുകൾക്ക് പുറമെ മറ്റു വകുപ്പുകളിലെ സ്ത്രീ സംബന്ധിയായ സ്കീമുകൾ ഏകോപിപ്പിക്കലും ഈ മന്ത്രാലയത്തിന്റെ ചുമതലയായിരിക്കും. സ്ത്രീക്ഷേമ പദ്ധതികൾക്ക് പ്രത്യേക തുക നീക്കിവെക്കുന്ന ജെൻഡർ ബജറ്റ് പുനഃസ്ഥാപിച്ചു. ജെൻഡർ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി ഇനി നിയമസഭയിൽ വയ്ക്കും. എല്ലാ സ്കീമുകളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതോടൊപ്പം സ്ത്രീകൾക്ക് മാത്രമായ പദ്ധതികൾക്കായി 10% അടങ്കൽ മാറ്റിവെക്കും. അംഗൻവാടികളുമായി ബന്ധപ്പെട്ട കേന്ദ്രാവിഷ്കൃത സ്കീമുകളിലെ സംസ്ഥാന വിഹിതമായ 45 കോടി ഉൾപ്പെടെ ആകെ 91 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സൈക്കോ സോഷ്യൽ സർവീസിനും നിർഭയ ഷോർട്ട് സ്റ്റേ ഹോമുകൾക്കും 12.5 കോടി വീതം അനുവദിച്ചു. സ്കൂളുകളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ നിർമ്മിക്കും. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, റെസ്റ്റോറന്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പൊതു ശുചിമുറികൾ നിർമ്മിക്കും. ഇതുകൂടാതെ ശുചിമുറി, മുലയൂട്ടൽ മുറി, വെൻഡിംഗ് മെഷീൻ തുടങ്ങിയവയുൾപ്പെടുന്ന ഫ്രഷപ്പ് സെന്ററുകൾക്കായി 50 കോടി നീക്കിവെച്ചു. ട്രാൻസ്ജെൻഡറുകൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണനയുണ്ട്. 60 കഴിഞ്ഞ ട്രാൻസ്ജെൻഡറുകൾക്ക് പെൻഷൻ നൽകുമെന്നതാണ് പ്രധാന നിർദ്ദേശം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ധനസഹായം തുടങ്ങിയവയ്ക്കുമായി 10 കോടി രൂപയാണ് നീക്കിവെച്ചത്. സ്ത്രീകൾക്കായി പ്രത്യേക വകുപ്പ് വേണമെന്ന സ്ത്രീ സംഘടനകളുടെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിച്ചതുൾപ്പെടെ പൊതുയിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്തിട്ടുള്ളതാണ് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഭിന്നലിംഗക്കാരെ കൂടി കണക്കിലെടുക്കുന്നത് ഈ ബജറ്റിന്റെ സവിശേഷതയാണ്. തിരുവനന്തപുരത്ത് നിന്നും കൃപ നാരായണൻ, മീഡിയ 1.